ഹായ് ഹലോ, ഞങ്ങളിന്ന് തമിഴ്നാട്ടിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള അമ്പലത്തിലേക്ക് പോവുകയാണ്. ഫേമസ് എന്ന് പറയുന്നത് മലയാളികൾ കേട്ടിട്ടുണ്ടാവുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്നാൽ തമിഴ്നാട്ടിൽ നല്ല ഫേമസ് ആണ്. അളപ്പൻകോട് അമ്പലം എന്ന് പറയും. അളപ്പൻകോട് ഈ അമ്പലത്തിന് ഒരു പ്രത്യേകതയുള്ളത്, നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന പശുക്കളില്ലേ, പശുക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ നേർച്ചയായിട്ട് നമ്മളവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്ന പ്രത്യേകതയുള്ളൊരു അമ്പലമാണ്. പിന്നെ പശുക്കുട്ടികളെയൊക്കെ അവിടെ നേർച്ചയായിട്ട് കൊണ്ട് കൊടുക്കും, പാല് നേർച്ചയായിട്ട് കൊണ്ട് കൊടുക്കും. അപ്പം നമ്മളൊക്കെ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അവിടുത്തെ പശുവിന് സുഖമില്ലാതായപ്പോൾ ഒരു നേർച്ചയുണ്ടായിരുന്നു, പശുവിൻ്റെ പാലൊക്കെ കൊണ്ട് ഇവിടെ കൊടുക്കാമെന്നുള്ളൊരു നേർച്ചയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ പോകുന്നു, ഞങ്ങളും അവരൊപ്പം പോകുന്നു. നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വെളുപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ചു. ഇതാണ് ആ ക്ഷേത്രം. ഒരുപാട് അതായത് എന്താ പറയുക, ഭയങ്കര ഡെവലപ്പായിട്ടുള്ള ഒരു അമ്പലമല്ല, എന്നാലും അത്യാവശ്യം നല്ല വികസനമൊക്കെ ഉള്ളത് തന്നെയാണ്. ആൾക്കാർ വന്നും പോയും ഒക്കെ നിൽക്കുന്നുമുണ്ട്. പക്ഷെ ചെറിയ ചെറിയ രീതിയിലുള്ള അതായത് കല്യാണങ്ങളൊക്കെ ഇവിടെ വെച്ച് നടത്തുന്നുണ്ടെന്ന് പറയുന്നു. കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നത് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഉത്സവം പ്രമാണിച്ച് നല്ല രീതിയിലുള്ളൊക്കെ പണിയൊക്കെ നടക്കുകയാണ് അവിടെ അമ്പലത്തിലത്തേക്ക്. ഫുഡൊക്കെ കഴിക്കാനുള്ള പ്രത്യേക ഏരിയകളൊക്കെ തരംതിരിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ അർച്ചന ചെയ്യുന്നത്. ഇവിടെ പശുവിനും അർച്ചനയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. നൂലൊക്കെ ജപിച്ച് തരാറുണ്ട് പശുവിന്. പ്രത്യേകിച്ച് നാളും ഒന്നുമില്ലല്ലോ, നമ്മുടെ പശുവിൻ്റെ പേര് പാറു എന്നാണ്. അതിൻ്റെ പേര് പറഞ്ഞ ഒരു അർച്ചന, ഒരു നൂൽ ജപം, അത്രയും ചെയ്തു. പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ നേരെ നടയിൽ കൊണ്ടു കൊടുക്കുക. കൊല, പിന്നെ പാല്, പച്ചരി, ശർക്കര, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇതാണ് അമ്പലം. ഇത് ശ്രീധർമ്മശാസ്താ ക്ഷേത്രമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ അമ്പലത്തിലെ അന്നദാനമുണ്ട്. നമുക്ക് എത്ര കൊടുക്കാം, നമ്മളെ കൊണ്ട് എത്ര അതിലേക്ക് കൊടുക്കാൻ കഴിയുമോ അത്രയും നമ്മൾ കൊടുക്കുക. ഇവിടെ 12 നാഴി പച്ചരിയാണ് അന്നദാനത്തിൻ്റെ മെയിനായിട്ടുള്ള നേർച്ച എന്ന് പറയുന്നത്. നമ്മൾ അന്നദാനത്തിന് 12 നാഴി പച്ചരി ഇവിടെ കൊടുക്കണം. അപ്പോൾ അന്നദാനം എന്ന് പറയുന്നത് വെള്ളച്ചോറും തൈര്, അച്ചാറ്, ചമ്മന്തി, ഒരു സാമ്പാർ, ഇത്രയാണ് ഇവിടുത്തെ അന്നദാനം. പിന്നെ പായസം, ഇത്രയുണ്ട്. അതിന് നമുക്ക് ഒന്നുകിൽ പൈസ അടയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ കൊണ്ട് കൊടുക്കാം. നമ്മളിപ്പം ഇന്ന് പായസം അവിടെ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വഴിപാട് ചെയ്യില്ലേ, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പച്ചരി, ശർക്കര, നെയ്യ്, ഏലക്ക എല്ലാം നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഇപ്പുറത്ത് കൊണ്ട് കൊടുത്താൽ മതി. അവരത് നമ്മൾ പോകാൻ നേരത്ത് തന്നെ നമുക്കത് പായസമാക്കി തിരിച്ച് തരികയും ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ഒരു പ്രത്യേകത, ഉച്ചവരെ ഈ അമ്പലം തുറന്നിരിക്കും കേട്ടോ. അങ്ങനെയുണ്ട്. നമുക്ക് എത്ര ലേറ്റായി വന്നാലും തൊഴുതിട്ട് പോകാം, അങ്ങനെയാണ്. പിന്നെ അന്നദാനം കഴിക്കാം. രാവിലെ വരുന്നവർക്ക് ഇഡ്ഡലി, സാമ്പാർ, അങ്ങനെയൊക്കെ ദൂരെ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ആൾക്കാർ അങ്ങനെ ചെയ്ത് കൊടുക്കണുണ്ട്. ഈ സ്ഥലത്താണ് നമ്മൾ അന്നദാനത്തിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പായസത്തിനുള്ള സാധനം അവരെ ഏൽപ്പിച്ചാൽ മതി, അവർ ചെയ്ത് നമുക്ക് ഇനി തന്നോളും. പോകാൻ നേരത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അതെല്ലാം നമ്മൾ കൊടുത്തു. നല്ല രീതിയിൽ അവിടെ നിന്ന് തൊഴുതു. സന്തോഷമായി. കുറേ നാളത്തുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ അവിടെ ഒന്ന് പോകണമെന്നൊക്കെ ഉള്ള. അങ്ങനെ പോയി. എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു തീർത്ഥയാത്ര പോലെ തന്നെ തോന്നിയത്. നല്ല ഒരു സന്തോഷം ഉണ്ടായിരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പം ഒരുപാട് സന്തോഷം തോന്നും നമുക്ക്. അതും ഫാമിലി ആയിട്ട് പോകണം. അച്ഛൻ, അമ്മ, മക്കൾ എല്ലാം കൂടെ പോകുമ്പോൾ ഒരു സന്തോഷമാണ്. ഞങ്ങൾ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം കൊടുത്തു. പിന്നെ ഞങ്ങൾ കറങ്ങി തൊഴുവാണ് അവിടെ എല്ലാം. ഭയങ്കര തിരക്കൊന്നുമില്ല കേട്ടോ. ആൾക്കാർ വന്നും പോയും ഒക്കെ നിൽക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അങ്ങ് മുകൾ സൈഡ്, ഇവിടെ എല്ലാം തൊഴുത് തീർന്നാൽ അങ്ങ് മുകളിലാണ് നാഗരുടെ അമ്പലം ഉള്ളത്. അതും പോയി തൊഴണം. ആകെ കുഞ്ഞു 3 അമ്പലങ്ങളേ ഉള്ളൂ. ഇതൊരു ക്ഷേത്രം, അതിനടുത്തൊരു കുഞ്ഞു ക്ഷേത്രം, പിന്നെ അങ്ങ് പുറകിലാണ് നാഗരുടെ അമ്പലം. ഇതൊക്കെ ഓട് മേയുന്നതാണ് കേട്ടോ. അവിടെ പണി നടക്കുകയാണ്. ഇത് നാഗരുടെ അമ്പലമാണ്. നമുക്ക് തൊഴുതിട്ട്, നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് മേൽശാന്തി തന്നെ നമുക്ക് പ്രസാദമൊക്കെ തരും. ഇത് നമുക്ക് തന്നെ പ്രസാദം എടുത്തിട്ട് പോകാം. നമ്മുടെ ചന്ദനം, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ നമുക്ക് തന്നെ എടുത്തിട്ട് പോകാം. അങ്ങനെയാണ് അവിടെ. അതൊക്കെ നമ്മൾ എടുത്തിട്ടു. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു, സന്തോഷമായി. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങണം. താഴെ എന്ന് പറയുന്നത് അവിടെയും ഈ താഴോട്ടും ഒരു അമ്പലം, 1-2 അമ്പലം താഴെയുണ്ട്. അത് തൊഴാനാണ് ഞങ്ങളിഞ്ഞ് താഴെ ഇറങ്ങുന്നത്. ഇപ്പം നമ്മൾ ഇറങ്ങി വരുന്ന ഈ സൈഡിൽ കൂടെയും നമുക്ക് അമ്പലത്തിനകത്തോട്ട് കയറാം. 2 ഭാഗത്തൂടെയും അമ്പലത്തിനകത്ത് കയറാം. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു സർപ്പ പൂവ്
കായ് ഒക്കെ എന്നുള്ള ഒരു മരമുണ്ട് കേട്ടോ. അതിൻ്റെ പൂവ് സർപ്പത്തിൻ്റെ മോഡലിലായിരിക്കുന്നത്. ഈ കാണുന്ന പൂവാണ്. നമുക്ക് നോക്കുമ്പം ഒരുപാട് സർപ്പങ്ങൾ ഇങ്ങനെ ഇരിക്കും, അതിൻ്റെ തലയൊക്കെ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് ഇരിക്കുന്നത് പോലെ തന്നെ തോന്നും. കണ്ടോ, അതാണ് ഈ പൂവ്, സർപ്പപ്പൂവ്. അത് കാണുമ്പോൾ അറിയാലോ, സർപ്പം അതേ മോഡലിൽ തന്നെ ഇരിക്കുന്നത്. ഇതിൻ്റെ കായും ഉണ്ട്, അത് ഒത്തിരി വലിയ കായാണ് കേട്ടോ. പൂവൊക്കെ അടർന്നടർന്നെല്ലാം താഴെ തന്നെ വീണുകൊണ്ടേയിരിക്കും. പക്ഷെ അങ്ങനെ തന്നെ നിൽക്കണുണ്ട് ഒരുപാട്. തറയിലൊന്നും അത്യാവശ്യം കാകളൊന്നും കാണാനില്ലായിരുന്നു. നമുക്ക് ആ മരത്തിൻ്റെ മണ്ടയിൽ തന്നെയാണ് കാകളൊക്കെ കാണാൻ പറ്റിയത്. ഇതാണ് അമ്പലത്തിൻ്റെ ആ ചുറ്റുപാടൊക്കെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ശാന്തമായ ഒരു സ്ഥലമാണ്. ഒരുപാട് നേരം ഇരിക്കാൻ തോന്നും, നല്ല സന്തോഷവും തോന്നി. നമ്മൾ പോകുന്നത് അപ്പുറത്തെ സൈഡിൽ ഒരു യക്ഷിയമ്മൻ്റെ അമ്പലവും കൂടെ ഉണ്ട്. അവിടെയും കൂടെ പോയി തൊഴുതു ഇനി നമ്മൾ തിരിച്ച് മുകളിലേക്ക് കയറുകയാണ്. പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചോറ് കഴിച്ചു, പച്ചരി ഞാൻ പറഞ്ഞല്ലോ, വെള്ളച്ചോറും സാമ്പാറും പിന്നെ ചമ്മന്തി, അങ്ങനെയെല്ലാം കൂടെയൊക്കെ ഇവിടുന്ന് തന്നെ നമുക്ക് പ്രസാദം കഴിക്കാൻ തരും, അന്നദാനം. അതൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി, നമ്മൾ കഴിച്ചു. ഇനി നമുക്ക് പോകണം. അപ്പോൾ പോകാം എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും തീരുമാനിച്ചത്. അതിനിടയിൽ മോളും മോനും ഓരോ പിണക്കം. ഇവിടെ അടുത്താണ് പിന്നെ നമ്മുടെ തൃപ്പരപ്പ് അമ്പലം, തൃപ്പരപ്പ് ക്ഷേത്രം, പിന്നെ അവിടെ വെള്ളച്ചാട്ടം അതൊക്കെ ഉണ്ട്, കാണാനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിൽ അവരുടെ ഒരേ ബഹളമായിരുന്നു. പിന്നെ എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ, നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോകാമെന്നുള്ള രീതിയിൽ നമ്മളും പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്ര തികച്ചും ഒരു ഒരു തീർത്ഥാടനം തന്നെയായിരുന്നു കേട്ടോ. സത്യം, അമ്പലത്തിൽ നിന്നുള്ള ആഹാരം, പിന്നെ ഒരുപാട് നേരം നമ്മൾ അമ്പലത്തിൽ തന്നെ വെയിറ്റ് ചെയ്തു, സന്തോഷമായിരുന്നു. പിന്നെ ഒരു ട്രിപ്പ്, ഇതൊക്കെ കൂടെ എല്ലാം കൂടെ ഒക്കെ ആയപ്പോൾ നല്ല ഒരു തീർത്ഥാടനം തന്നെയായിരുന്നു ഫീൽ ചെയ്തത്. നിങ്ങൾ തമിഴ്നാട് ബസ്സൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇതാണ് ഞങ്ങളുടെ തമിഴ്നാട് ബസ്സുകളൊക്കെ. അതൊക്കെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയാലേ നമുക്ക് തൃപ്പരപ്പ് അമ്പലത്തിലെത്തും. എല്ലാവരും തൃപ്പരപ്പ് അമ്പലമൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതും മഹാദേവ ക്ഷേത്രമാണ്. ഇപ്പം നമ്മൾ വന്നത് ഈ അളപ്പങ്കോട് എന്ന് പറയുന്നത് ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ഇനി പോകുന്നത് തൃപ്പരപ്പ്. അവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. പിന്നെ മഹാദേവ ക്ഷേത്രം മാത്രമല്ല, അവിടെ ഡാമും കൂടെയാണ്, ഒരു അരുവിയൊക്കെ ഉള്ളതാണ്. ഒരുപാട് ആൾക്കാർ വന്ന് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണ് കേട്ടോ ഈ തൃപ്പരപ്പ്. കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഒരുപാട് ആൾക്കാർ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം തൃപ്പരപ്പ് എത്താറായിട്ടുണ്ട്. തൃപ്പരപ്പ് എത്തി. ഇപ്പോൾ തൃപ്പരപ്പിലും രണ്ട് സൈഡിൽ കൂടെ വരാം കേട്ടോ. നമ്മളിപ്പോൾ പോകുന്ന ഈ വന്ന സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അമ്പലത്തിൽ പോകാൻ കുറേ അങ്ങ് നടക്കണം. ഈ പാർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. വേറെ ഒരു സൈഡിൽ കൂടെയും വരാം തൃപ്പരപ്പ് അമ്പലം. അത് ഡയറക്റ്റാണ് നമ്മൾ അമ്പലത്തിൻ്റെ ആ സൈഡിൽ തന്നെ വന്നെത്തും. അവിടുന്ന് നമുക്ക് അമ്പലമൊക്കെ തൊഴുതിട്ട് പിന്നീട് നമുക്ക് പാർക്കിലോട്ട് വരാം. അപ്പം രണ്ട് ഭാഗത്തുകൂടെയും നമുക്ക് തൃപ്പരപ്പിലെ അമ്പലത്തിൽ കയറാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ദൂരം അങ്ങോട്ട് നടക്കണം അമ്പലത്തിൽ പോകണമെങ്കിൽ. അപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ തൊഴുതിട്ട് അങ്ങ് പോകാം. ഞങ്ങൾ നടന്നതിൻ്റെ ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വിശേഷമൊക്കെ പറഞ്ഞ് മക്കൾക്ക് ഐസ്ക്രീമൊക്കെ അവർ വാങ്ങിക്കൊടുത്തു. അതൊക്കെ അവർ കഴിച്ചു. ഞാൻ കഴിച്ചില്ല കേട്ടോ. എനിക്ക് ജലദോഷവും തുമ്മലും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കതൊന്നും സ്യൂട്ടാവില്ല. അതുകൊണ്ട് ഞാനതൊന്നും കഴിച്ചില്ല. പിന്നെ നമ്മുടെ ജിറാഫിനെയൊക്കെ കണ്ടു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. ചന്തം, ഭംഗി എല്ലാം പറയാം. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ല സൂപ്പർ സൈറ്റുകളാണ് ഇവിടെ അത്രയും. ഞാനും മോളും കൂടെ അടികൂടി. മോൾ എണീറ്റ് പോയി. ഞാനും ഹസ്ബൻഡും മാത്രമായുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ സൂപ്പർ വ്യൂ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുകളിൽ കയറുന്നു. പക്ഷെ കൊള്ളാം കേട്ടോ. അവിടെ നിന്ന് നമുക്ക് എല്ലാ ഭാഗവും ചുറ്റി കാണാനൊക്കെ പറ്റും. എല്ലാ സ്ഥലങ്ങളും നമുക്ക് ചുറ്റി ഒരുപാട് ഉയരത്തിലല്ല, എന്നാലും അത്യാവശ്യം നമുക്ക് ആ ഭാഗങ്ങളെല്ലാം ചുറ്റിക്കാണാനും പറ്റും. നല്ല സൈറ്റാണ് അതും. ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ അകത്ത് കയറി. പക്ഷേ അവിടെ അതിൻ്റെ അകത്ത് മൊത്തം പട്ടികളായിരുന്നു. പട്ടികളെല്ലാം ഓടി. പിന്നെ ഞങ്ങൾ അവിടെ കയറി നിന്നു, ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാം ചുറ്റി കാണുകയാണ് അവിടെ നിന്ന്. ഇപ്പോൾ കാണുന്നതാണ് ഈ തൃപ്പരപ്പിലെ അരുവി, അതായത് ഡാം, അരുവി എന്നൊക്കെ പറയാം. ഇതാണ്. പക്ഷെ മഴ പെയ്ത് നിറയെ വെള്ളമുണ്ട്, കലങ്ങലായിട്ട് വെള്ളം കിടക്കുകയാണ്. ബോട്ട് സർവീസും ഉണ്ട് ഇവിടെ. ഞങ്ങൾ ബോട്ട് സർവീസിലൊന്നും പോയില്ല. കാരണം ഒന്നാമത് മഴ പെയ്ത് വെള്ളമെല്ലാം നിറഞ്ഞു കിടക്കുകയാണ്, പേടിയാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ ഇനി താഴേക്ക് ഇറങ്ങാൻ പോവാണ്. ഇതാണ് തൃപ്പരപ്പ്. ആ വെള്ളമൊക്കെ ഇപ്പോൾ കാണാൻ പറ്റുമല്ലോ, ബോട്ട് സർവീസൊക്കെ നടക്കുന്നത്.
ഇവിടെ ബോട്ട് സർവീസ് നടക്കുന്നുണ്ട്. അവിടെ ഒരു കയറ് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി താഴോട്ട് ബോട്ട് വരാൻ പാടില്ല, അവിടെ നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അത്രയും ഭാഗം മാത്രം ബോട്ട് നിന്നിട്ട് പിന്നെ അങ്ങ് മുകളിലോട്ട് പോകും. ഇനി താഴോട്ട് വരാൻ പാടില്ല. താഴോട്ടെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തോട്ട്, ദാ ഇവിടെ കാണാലോ കയറ് കെട്ടിയിട്ടുണ്ട്. ഇത്രയും ഭാഗം നല്ല ഒഴുക്കുള്ള ഭാഗമാണ്. എന്നാലും കുറേ ആൾക്കാർ പറഞ്ഞിട്ട് കേൾക്കാതെ വന്ന് നിന്ന് അവിടെ നിന്ന് താഴേക്ക് എടുത്ത് ചാടുകയാണ്. പക്ഷെ അവർ ഇങ്ങോട്ടല്ല ചാടുന്നത്, തിരിച്ച് പാറയുടെ ആ സൈഡിലോട്ടാണ് ചാടുന്നത്. അപ്പോൾ അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉള്ള സ്ഥലത്താണ് അവർ ചാടുന്നത്. അപ്പം ഇപ്പുറത്തെ സൈഡ് വലിയ ഡേഞ്ചർ ഇല്ല, അതുകൊണ്ടാണ് അവരവിടെ നിന്ന് കുളിക്കുന്നത്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ നല്ല ആഴമുണ്ട് കേട്ടോ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അത്രയും ദൂരം കടന്ന് അതായത് ഈ പാലമൊക്കെ കടന്ന് നമ്മൾ തിരിച്ച് താഴെ വന്നാലാണ് നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്നത്. സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ വരണം. ഇവിടുന്ന് കുറച്ചുകൂടെ നടക്കാനുണ്ട് കേട്ടോ. കുറച്ചുകൂടെയൊക്കെ നടന്നു വന്നാലേ നമുക്ക് അമ്പലത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതായത് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് വന്നിരുന്നതെങ്കിൽ നമുക്ക് അമ്പലം തൊഴുതിട്ട് വേണമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ കാണണമെന്നുള്ളവർക്ക്. പക്ഷെ നമുക്ക് അമ്പലത്തിൽ മെയിനായിട്ട് കയറണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഇത്രയും ദൂരം പോയി. പിന്നെ മക്കൾക്കും അതൊരു സന്തോഷമായിരുന്നു. അമ്പലത്തിൽ കയറി തൊഴുതു. ഇത് താഴത്തെ ഈ നമ്മൾ നേരത്തെ കാണിച്ച ബോട്ട് സർവീസൊക്കെ ഉള്ളിടത്ത് നിന്ന് വരുന്നില്ലേ വെള്ളം, ആ വെള്ളമൊക്കെ ഉണ്ടോ, വെള്ളച്ചാട്ടമൊക്കെ താഴേക്ക്. ഇവിടെ നിന്ന് അതാ കാണാൻ ഒരുപാട് ആൾക്കാർ വന്ന് ഇന്ന് കുളിക്കണുണ്ട്. പക്ഷേ മുകളിലത്തെ വെള്ളം നല്ല കലങ്ങലാണ്. ഇവിടെയും താഴെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ അങ്ങ് താഴോട്ടൊന്നും പോയില്ല. കാരണം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഈ സൈഡിൽ കൂടെയാണ്. അവിടെ ഗേറ്റിൽ ലോക്ക് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പം നമ്മൾ എല്ലാം സ്ഥലങ്ങളിലും പോയി നല്ല രീതിയിൽ സന്തോഷത്തോടെ എല്ലാം കണ്ടു തീർത്ഥയാത്രയെ അവസാനിപ്പിച്ചു. ഇനി ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം എത്ര സ്പീഡിന് കടന്നുപോയി, എത്ര സന്തോഷത്തോടെ കടന്നുപോയി എന്ന് ചിന്തിക്കാൻ പോലും പറ്റാതെയായി. അത്ര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ഭഗവാൻ എല്ലാം നമ്മുടെ യാത്രയെല്ലാം മംഗളമായി സാധിച്ചു തന്നു. ഓക്കേ.